ബിഗ് ബോസിലിട്ടിട്ട് ഇപ്പോൾ അനുമോളെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. കാരണം എല്ലാവരും ഒറ്റക്കെട്ടായി ഉള്ള രണ്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഫുള്ള് കംപ്ലീറ്റ്ലി അനുമോളെ തേച്ച് ഒട്ടിച്ചു. എല്ലാവരും ഇപ്പോൾ സിംഗിളായിട്ട് കളിക്കുന്നവർ അനീഷേട്ടനാണെച്ചാലും അതെ, ഷാനവാസിക്കാണെച്ചാലും അതെ, രണ്ടുപേരും ഒക്കെ സിംഗിളായിട്ട് തന്നെ കളിക്കുന്നത്. അവിടെ ഗ്രൂപ്പീസ് അല്ലേ. പക്ഷെ ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് അനുമോൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നത്. സോ എനിക്കിവിടെ ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് തെറ്റാണ് അനുമോൾ അതിനകത്ത് ചെയ്തിട്ടുള്ളത്? ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിവിനൊക്കെ ഇത്രയും ആ കുട്ടീനെ ടോർച്ചർ ചെയ്യുന്നത്? ബിഗ് ബോസ് ഈ ഫിസിക്കൽ ടാസ്കിന്റെ സമയത്ത് അധികം ആയി കഴിഞ്ഞു വെച്ചാൽ ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ ആ ഒരു പെൺകുട്ടീനെ മെന്റലി ടോർച്ചർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ബിഗ് ബോസ് ഒരു ചെറിയ വാണിംഗ് പോലും കൊടുത്തില്ല? ഒരു ചെറിയ വാണിംഗ്, അറ്റ്ലീസ്റ്റ് ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കൂന്ന് എന്തെങ്കിലും ഒരു ചെറിയ വാണിംഗ് പോലും ഈ അനുമോൾ അത്രയും പേര് ഒന്നിച്ച് നിന്ന് ടോർച്ചർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചിട്ട് ആ നെവിൻ ഒരു കാണ്ടാമൃഗം വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് അനുമോളുടെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്തുകൊണ്ട് ബിഗ് ബോസ് അത് പറഞ്ഞില്ല ആ സമയത്ത്? അല്ല, പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നിവിന്റെ വായിന്ന് വരുന്ന വർത്തമാനം എന്ന് പറയുന്നത് നമ്മളുടെ ആരും സഹിക്കില്ല. ആ പെൺകുട്ടിക്ക് ഒരു അച്ഛനും അമ്മയുണ്ട് വീട്ടിൽ, അവര് സഹിക്കുമോ? നമ്മുടെ മനസ്സ് വരെ, എൻ്റെ മനസ്സ് വരെ അത്രയും പൊട്ടുന്ന തരത്തിലുള്ള വേദന. ആ പെൺകുട്ടി അനുമോള് തിരിച്ചൊരു വാക്ക് പോലും നിവിനെ പറഞ്ഞില്ല. നമ്മളൊക്കെ ആ സ്ഥാനത്ത് വെച്ച് നമ്മളൊക്കെ ആണെന്ന് ഒരു ഫിസിക്കൽ അസോൾട്ടിലോട്ട് വരെ അത് പോയിട്ടുണ്ടാവും. കാരണം ഇത്രയും പോകുന്ന ഒരു മനുഷ്യൻ, ഒരു വികൃതമായിട്ടുള്ള ഒരു ജീവി പോലെ വന്നിട്ട് ഈ അനുമോളിനെ അങ്ങനെ അറ്റാക്ക് ചെയ്യാണ്. ഒരു മനുഷ്യന്റെ കുട്ടി, അവിടെ രണ്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പേര് ഇരിക്കുന്നുണ്ട്. ഒരു കുട്ടി അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞോ? ഒരു കുട്ടിയെ പോലും അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. സോ ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അനുമോൾ അവിടെ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്, അല്ലാണ്ട് ഗ്രൂപ്പ് വഴിയല്ല. ഈ കാര്യം നൂറേനെയാണ് ചെയ്തു വെച്ചാൽ ആദില വന്നിട്ട് തടുത്തിട്ടുണ്ടായിരുന്നു നെവിനെ, അല്ലെങ്കിൽ ആദിലെയാണ് ചെയ്തു വെച്ചാൽ നൂറയും അനുമോളും വന്ന് തടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അനുമോളിനൊരു പ്രശ്നം വരുന്ന സമയത്ത് ഈ രണ്ട് ഫ്രണ്ട്സും എല്ലാം പിന്നോട്ട് വലിയുന്നു? അപ്പൊ അത് ആ രണ്ട് ഫ്രണ്ട്സിന്റെ ഒരു നിലവാരമാണ് അവിടെ മനസ്സിലാവുന്നത്. ഇവര് വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് അനുമോളിനെ താങ്ങി നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല. ഒരു തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പോ സ്നേഹം ചിലപ്പോൾ പുറത്ത് വരുന്ന സമയത്ത് ഇവർ അഭിനയിച്ച് അനുമോളുടെ കൂടെ നിൽക്കുമായിരിക്കാം. പക്ഷെ ഇപ്പൊ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് നൂറ ആദില എന്ന് പറയുന്ന അവർ രണ്ടുപേരും ഒരു കൂട്ടാണ്. അനുമോളുടെ അവരെ എഗെയിൻസ്റ്റ് അവര് സ്വന്തം കൂട്ടത്തിൽ ഇതുവരെ കൂട്ടിയിട്ടില്ല. അവരൊരു കപ്പിളാണ്, അത് ഓക്കെയാണ്. പക്ഷെ ഒരു ഫ്രണ്ടിനെ പോലെ പോലും കാണുന്നില്ല. സോ എന്തിനാണ് അനുമോൾക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്? ഇപ്പൊ നമുക്ക് ഇന്നലത്തെ ലൈവോടെ നമുക്ക് മനസ്സിലായി അനുമോൾ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് കളിക്കുന്നത്. ഒറ്റ കൊമ്പനായിട്ടാണ് അനുമോൾ അവിടെ നിന്ന് കളിക്കുന്നത്. പിന്നെ ഇന്നത്തെ ലൈവിൽ ഇപ്പൊ നോമിനേഷൻ നടക്കുന്ന സമയത്ത് അക്ബർ അനുമോളെ കുറെ വലിച്ച് കീറി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അനുമോളുടെ സ്പേസ് അനുമോൾക്കൊന്നും തിരിച്ചു പറയാൻ പറ്റുന്നില്ല, ബിക്കോസ് അക്ബറിന്റെ സ്പേസ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അനുമോളെ പിടിച്ച് മിണ്ടാതെ നിർത്തിപ്പിക്കുകയാണ് അവിടെ. സോ ഇപ്പൊ അനുമോൾ അവിടെ വലിച്ചു കീറുന്നുണ്ട് അവിടെ ഇട്ടിട്ട്. എന്താന്ന് വെച്ചാൽ നടക്കട്ടെ. കാരണം എന്താന്ന് വെച്ചാൽ ഒരു പെൺകുട്ടീനെ എങ്ങനെ ടോർച്ചർ ചെയ്തു, അബ്യൂസ് ചെയ്തു, എന്നിട്ടും ബിഗ് ബോസ് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അത് ബിഗ് ബോസിന്റെ തെറ്റല്ല, ഇതൊരു ഗെയിം പ്ലേ ആണ്. പക്ഷെ എന്നാലും ഒരു പെൺകുട്ടിയാണ്, പെൺകുട്ടി ജെൻഡർ കാർഡ് ഇറക്കല്ല ഇവിടെ.